കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് സമ്പന്നരും സെലിബ്രിറ്റികളും ഒത്തുചേർന്ന ഹൌസ് വാമിംഗ് ആയിരുന്നു ഫൈസൽ മലബാറിന്റേത്. അദ്ദേഹത്തിന്റെ ഹൌസ് വാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ലെസ്ബിയൻ കപ്പിൾസും ബിഗ് ബോസ് മലയാളം സീസൺ 7 ടോപ്പ് 5 ഉണ്ടായിരുന്ന ആദിലയും നൂറയും എത്തിയിരുന്നു. വലിയ സ്വീകരണം തന്നെയായിരുന്നു ഹൌസ് വാമിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ഓരോരുത്തർക്കും ഫൈസൽ മലബാറും കുടുംബാംഗങ്ങളും ഒരുക്കിയത്. അക്കൂട്ടത്തിൽ ആദിലയെയും നൂറയെയും ഇരുകൈയും നീട്ടി തന്നെയാണ് ഫൈസൽ മലബാറും കുടുംബവും സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയ തന്നെ കത്തിച്ചു എന്ന് പറഞ്ഞേ മതിയാകൂ. വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഫൈസൽ മലബാറിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ്. ആദിലയെയും നൂറയെയും ക്ഷണിച്ചതിൽ തനിക്കൊരു പങ്കുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത്. അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചത് വലിയ മോശപ്പേര് തനിക്കുണ്ടാക്കിയെന്നും കൂടെ അവർ കൂട്ടിച്ചേർത്തു. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഫൈസൽ മലബാറിന്റെ കമന്റ് ബോക്സിൽ കുറിപ്പുകൾ രേഖപ്പെടുത്തി എത്തിയത്. അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനല്ല എന്നും അതിൽ എനിക്കൊരു പങ്കുമില്ല എന്നും എനിക്കതിൽ വലിയ കുറ്റബോധമുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടും മാതാപിതാക്കളെ ധിക്കരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായിരുന്നു ഫൈസൽ മലബാർ അവരിൽ കണ്ട കുറ്റങ്ങൾ. അതിന്റെ പേരിലായിരുന്നു സോഷ്യൽ മീഡിയയിലെ ആ കുറിപ്പും. അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് തനിക്ക് വലിയ മാനക്കേടുണ്ടാക്കിയെന്നും കൂടെ അദ്ദേഹം സോഷ്യൽ മീഡിയ പേജ് കുറിപ്പുകളിലൂടെ കൂട്ടിച്ചേർത്തു. വലിയ നന്മകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഫൈസൽ മലബാർ. തനിക്ക് ലഭിക്കുന്ന ആഡംബര ജീവിതത്തിന്റെ ഒരു പങ്ക് മറ്റുള്ളവർക്കും നൽകാൻ അദ്ദേഹം എന്നും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് രോഗികളെ സഹായിച്ചിട്ടുണ്ട്. പലർക്കും വീടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അടുത്തു വരെ ഒരു കുടുംബത്തിന് വിവാഹം വരെ ഫൈസൽ മലബാർ ആഡംബരമായി നടത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ സ്ഥാനമുള്ള ഫൈസലിന്റെ കുറിപ്പിൽ നിന്നും ഇങ്ങനെ ഒരു വാക്കുകൾ പ്രേക്ഷകർ ഒട്ടും തന്നെ കരുതിയിരുന്നില്ല. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ പ്രധാന കണ്ണി തന്നെയാണ് ഫൈസൽ മലബാർ. അതുകൊണ്ട് തന്നെ സമ്പന്നരായിട്ടും സെലിബ്രിറ്റികളായിട്ടും വലിയ അടുത്ത ബന്ധം തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ തന്നെയാണ് പലരെയും അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഹൌസ് വാമിങ്ങിന് എല്ലാവരും സന്തോഷത്തോടെ തന്നെയാണ് പങ്കെടുക്കാൻ എത്തിയത്. നിരവധി ബിഗ് ബോസ് താരങ്ങളുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ആദിലയും നൂറയും ഉണ്ടായിരുന്നു. അവരെ വലിയ സ്വീകരണത്തിൽ തന്നെയാണ് അകത്തേക്ക് ക്ഷണിച്ചത്. അതിനുശേഷം ഇങ്ങനെയൊരു കുറിപ്പ് പങ്കിട്ടത് മോശമായി എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വെച്ച് അതേ സീസണിൽ തന്നെ മത്സരാർത്ഥിയായിരുന്ന ലക്ഷ്മി തങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ലാലേട്ടൻ പോലും ആദിലയെയും നൂറയെയും ചേർത്ത് പിടിച്ചിരുന്നു. ആദിലയെയും നൂറയെയും ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നായിരുന്നു ആ സമയത്ത് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ. അങ്ങനെയുള്ള ആദിലയെയും നൂറയെയും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി ഇങ്ങനെ അപമാനിച്ചത് വലിയ മോശമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ രംഗത്തെത്തുന്നത്. അതേസമയം ഞങ്ങളെ ക്ഷണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പോയത് എന്നും പോയതിൽ ഇപ്പോൾ ഒരുപാട് ഖേദിക്കുന്നു എന്നുമാണ് ഇപ്പോൾ ആദിലയും നൂറയും വ്യക്തമാക്കിയിരിക്കുന്നത്.